എൻ്റെ പേര് ബിബി. അമ്മ പറഞ്ഞ പോലെ +2 ഒക്കെ കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാനായിട്ട് പോയി. ആദ്യം പഠിക്കാൻ ക്ലാസ് ഉണ്ടായിരുന്നു. 9 മാസത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ പരീക്ഷയ്ക്കായിട്ട് പോവായിരുന്നു. 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. ആദ്യം തന്നെ 2 മൊഡ്യൂൾ വെച്ചൊക്കെ എഴുതിയേ. ആദ്യമേ ഒരു മൊഡ്യൂൾ കിട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും കിട്ടാതായി. അത് കഴിഞ്ഞാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് പരീക്ഷയ്ക്കൊക്കെ പോവും. സീറ്റ് കിട്ടാനൊക്കെ പാടാണ്. പരീക്ഷയ്ക്ക് പോയി അധികം പാസ്സായില്ല. പിന്നെ അച്ഛൻ്റെയൊക്കെ അടുത്ത് വന്ന് തലയിലൊക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു, അതിലും പാസ്സായില്ല. പിന്നെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു മൊഡ്യൂൾ കിട്ടി, ലിസണിങ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒന്നും കിട്ടുന്നില്ല. ബാക്കി 2 മൊഡ്യൂൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടും കിട്ടുന്നില്ല. ഭയങ്കര സങ്കടമൊക്കെ ആയി. അവസാനം നിർത്തുക, ഇനി ജർമ്മൻ വേണ്ട, വേറെ വല്ല കോഴ്സും എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. അവസാനം ഒരു പരീക്ഷയും കൂടെ എഴുതാം. അതിനു മുമ്പ് ഞാൻ ആദ്യത്തെ പുതുക്കിയായിരുന്നു. അങ്ങനെ അവസാനത്തെ പരീക്ഷ എന്ന് വിചാരിച്ച് 2 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതിയൊക്കെ കഴിഞ്ഞു. മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, അന്നൊക്കെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എക്സാമൊക്കെ എഴുതി വീട്ടിൽ വന്നു. റിസൾട്ടൊക്കെ എല്ലാവരുടെയും വന്നു, എൻ്റെ വന്നില്ല. വെബ്സൈറ്റൊക്കെ നോക്കിയപ്പം ഡൗണാണ്, എൻ്റെ മാത്രം ഒരാഴ്ച കഴിയും. അങ്ങനെ ഞങ്ങളുടെ അവിടെ ധ്യാനമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ധ്യാനമൊക്കെ കൂടി ഒരു പൂർണ്ണ കുമ്പസാരമൊക്കെ നടത്തിയ ശേഷം ഒരു തിങ്കളാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് 2 എഴുതിയേ. ഞാൻ വിചാരിച്ചത് ഒരെണ്ണം പോലും കിട്ടുകയില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഒരെണ്ണം കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നോക്കിയപ്പോൾ 2ഉം കിട്ടി. ഭയങ്കര സന്തോഷമൊക്കെ ആയി. മാതാവിന് അന്നേരം തന്നെ പോയി ഞങ്ങളുടെ ഇടവയിൽ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഏജൻസിയിലൊക്കെ നേരത്തെ കൊടുത്താൽ ഏജൻസിക്കാർ 4 മൊഡ്യൂളൊക്കെ വെച്ചേ കൊണ്ടുപോളൂ. അങ്ങനെ അവർക്ക് കൊടുത്തു. പിന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അടുത്ത മാസം തന്നെ 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എംപ്ലോയറും ഷൂളയും. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ആ മാസം അവസാനം തന്നെ വിസയ്ക്ക് വെച്ചു. വിസയും കിട്ടി. പിന്നെ ടിക്കറ്റ് എടുക്കാനായിരുന്നു. ടിക്കറ്റും എടുത്തു. ഈ മാസം അവസാനം 29-ാം തീയതി ജർമ്മനിക്ക് പോകുന്ന രീതിയിൽ ടിക്കറ്റും കിട്ടി. എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയും. കാരുണ്യപ്രവർത്തികളായി ഞങ്ങളുടെ അയൽവക്കത്തുള്ള പാവപ്പെട്ട വിധവകളായിട്ടുള്ള അമ്മമാർക്കൊക്കെ സഹായം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഇവിടുത്തെ കൃപാസനത്തിൽ പത്രം വാങ്ങിക്കൊണ്ടുപോയി ഹോസ്പിറ്റലുകളിൽ വിതരണം ചെയ്യുമായിരുന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. ജിത്തു തൻ്റെ മകനു വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി